കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇന്റർ കാശിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഈ ഒരു മത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റ് വിൻ ഗെയിമാണ്. ഞാനതങ്ങനെ വെറുതെ പറയുന്നതല്ല, കാരണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഗെയിം വീക്കുകൾക്ക് ശേഷം നമ്മളും ചെന്നൈയിൻ എഫ് സിയും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയും മുഹമ്മദിനുമാണ് രണ്ട് മത്സരങ്ങളും തോറ്റ് ടേബിളിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത്. എന്തായാലും ഈ മൂന്നാമത്തെ ഗെയിം വീക്കിലേക്ക് വരുമ്പോൾ സ്പോർട്ടിംഗ് ഡൽഹി നേരിടാൻ പോകുന്നത് ഗോയനെയും മുഹമ്മദൻ നേരിടാൻ പോകുന്നത് മോഹൻ ബഗാനെയും ചെന്നൈയിൻ ഒഡീഷനെയും നമ്മൾ ഇന്റർ കാശിയെയുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നമ്മൾ ജയിക്കുകയാണെങ്കിൽ ആ മുഹമ്മദനും സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് കൊണ്ടുവരാനാവും. ഓബ്വിയസ്ലി പേപ്പറിലല്ല ഫുട്ബോൾ മത്സരങ്ങൾ ആരും ജയിക്കുന്നത്. എന്നിരുന്നാലും ഗോവയ്ക്കെതിരെയും മോഹൻ ബഗാനെതിരെയും ആ രണ്ട് ടീമുകൾക്ക് അങ്ങനെ അധികം ആരും വലിയ ചാൻസ് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ 3 പോയിന്റ് നേടാനായാൽ ആ ഒരു റെലഗേഷൻ ബാറ്റില് ഒന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് നമുക്ക് ലഭിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മളും ആ റെലഗേഷൻ ബാറ്റിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നേരിടാൻ പോകുന്നതാണെങ്കിൽ ആന്റോണിയോ ഹബാസിന്റെ ഇന്റർ കാശിയും. അങ്ങനെ ഒരു ടാക്ടിക്കൽ തന്ത്രശാലിക്കെതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. മോശമായിട്ട് കളിച്ചാൽ ഹബാസിന്റെ ടീമുകൾക്കെതിരെ ആർക്കും ജയിക്കാൻ പറ്റില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നിങ്ങളിൽ നിന്ന് എന്ത് മിസ്റ്റേക്ക് വരുന്നോ, നിങ്ങളിൽ നിന്ന് എന്ത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വരുന്നോ, എന്ത് പാളിച്ച വരുന്നോ അതിനെ 100% അവർ ക്യാപിറ്റലൈസ് ചെയ്യും. നമ്മൾ ഗോവയുടെ പെർഫോമൻസിൽ ആദ്യ മത്സരത്തിൽ കണ്ടതാണ്. ഗോവ ആ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. കാശി ആ മത്സരം ഡോമിനേറ്റും ചെയ്തു. ഒരുപക്ഷെ അന്ന് അവരൊരു ജയം അർഹിച്ചിരുന്നു എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഒരു പോയിന്റ് പോലും ലഭിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ ഹബാസിന്റെ ഇന്റർ കാശിയെ തോപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 things Kerala Blasters must do to beat Inter Kashi. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇങ്ങനത്തെ വീഡിയോസിൽ ബേസിക്കലി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്. ഞാനൊരു അനാലിസിസിന്റെ ടൂളോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ലൈസൻസോ ഒന്നും എടുത്തിട്ടല്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ 10-12 വർഷമായിട്ട് ഈ ഫുട്ബോളിനെ കവർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഡിസ്കസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹബാസ് എന്നൊരു കോച്ച് ഒരു തന്ത്രശാലി തന്നെയാണ്. അയാളുടെ ടീമിനെ എങ്ങനെ കളിപ്പിക്കണം, എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കണം, ഏത് പ്ലെയേഴ്സ് ഏത് പൊസിഷനിൽ ഏത് ഡ്യൂട്ടി എടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2026-ലും പുള്ളി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതും. ഈ ഇന്റർ കാശി ടീമിൽ ഹബാസ 2 വിങ്ങർമാരിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രശാന്തിനെ കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. എത്രത്തോളം ഒരു ഇംപ്രൂവ്മെന്റ് ആ പ്ലെയറിൽ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും പ്രശാന്തിന് നല്ലോണം പെർഫോം ചെയ്യാനുള്ള ഒരു വാശി ഉണ്ടാവും. ഈ 2 വിങ്ങർമാരും നമ്മുടെ സെന്റർ ബാക്കിന്റെയും ഫുൾ ബാക്കിന്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഇല്ലേ, ആ ഒരു ഹാഫ് സ്പേസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. അവർ ഇൻസൈഡിലോട്ട് അങ്ങനെ റണ്ണുകൾ മേക്ക് ചെയ്യും. നല്ലൊരു ബോള് ഈ സെർജിയോ ലാമാസിലൊക്കെ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കളിക്കും അകത്തേക്ക് ഇവരെ റിലീസ് ചെയ്യാനുള്ള. കാരണം ഈ പ്രശാന്തും രോഹിതാനും നമുക്കറിയാം, രണ്ടുപേർക്കും ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഭയങ്കരമാണ്. ബോക്സിലേക്ക് കയറി ഗോൾ അടിക്കുക എന്നുള്ളൊരു ടെൻഡൻസി അവർക്ക് നാച്ചുറലി ഉള്ള പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹബാസ് ആ ഒരു സംഭവത്തിൽ നല്ലോണം റിലൈ ചെയ്യുന്നുണ്ട്. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ എസ്പെഷ്യലി ഈ ഇന്റർ കാശി എപ്പോൾ അവരൊരു അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ആദ്യത്തെ ഒരു ഇന്റൻഷൻ അവരുടെ വൈറ്റ് പ്ലേയേഴ്സിലേക്ക് ബോൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒഡീഷ അതൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ നമ്മളെയും ഒഡീഷനെ ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷനുകളും പ്രഷറും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ 2 മത്സരങ്ങൾ തോറ്റ് ഹോമിലെ അടുത്ത 3 മത്സരങ്ങളിൽ 2ാമത്തെ മത്സരമാണ് കളിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ചെന്നൈയിനെ നമ്മൾ നേരിടണം. പിന്നെ ഒരു എവേ മത്സരമാണ് നമുക്ക്, ഈസ്റ്റ് ബംഗാൾ എന്താണെന്നാണ് എവേ. അപ്പോൾ നമുക്ക് ഈ ഒരു ജയം അനിവാര്യമാണ്. നമ്മൾ ഈ കളിയിൽ ഫ്രണ്ട് ഫുട്ടിൽ തന്നെ കളിക്കണം. ഒഡീഷയ്ക്ക് പക്ഷേ ഇന്നലെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒഡീഷയിൽ നിന്ന് ആരും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് എത്രത്തോളം വേണമെങ്കിലും പ്രഷറിനെ ഇൻവൈറ്റ് ചെയ്യാം. മാക്സിമം ഒരു ഡ്രോ പിടിച്ചാലും അവർക്കൊരു സീനുമില്ല. ഇവിടെ പക്ഷേ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രഷർ ടു പെർഫോം ഉണ്ട്. ഒബ്വിയസ്ലി അവർ ആ മിഡ്ഫീൽഡിൽ ഒട്ടും സ്പേസ് കൊടുത്തില്ല ലാമാസിനൊന്നും. ഇങ്ങനെ ഇൻ ബിഹൈൻഡ് ബോൾ മിഡിൽ നിന്ന് തന്നെ കളിക്കാനുള്ള. നമ്മളും ബേസിക്കലി അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സെർജിയോ ലാമാസിനെ പോലെ ഒരാൾക്ക് ആ ബോളുകൾ കളിക്കാൻ, ഈ വിങ്ങേഴ്സിനെ കളിയിലേക്ക് ഇൻസൈഡിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു സമയവും സ്പേസും കൊടുക്കാൻ പാടില്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക്കലി മുംബൈ സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്തതാണ്. റൗളിന് അവിടെ നിന്ന് പോയപ്പോൾ ആ മിഡ്ഫീൽഡ് ഭയങ്കര ഓപ്പൺ ആയി. അവിടെ ഒരുപാട് സ്പേസ് മുംബൈ സിറ്റിയുടെ മിഡ്ഫീൽഡേഴ്സ് എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു മൊമെന്റിൽ നിന്നൊക്കെയാണ് ആ ഒരു ഗോളും ഇവഞ്ച്വലി വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാച്ചിൽ നമ്മൾ മറ്റേസിനെ മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവരണം.
റൗളിനും സ്റ്റാർട്ട് ചെയ്യണം. റൗളിൻ മറ്റേഴ്സ് നിന്നിട്ട് വിപിനെ തൊട്ടൊരു അഡ്വാൻസ്ഡ് റോളിൽ, ഈ റോള് വേണമെങ്കിൽ മാർലണും കളിക്കാം. ഞാൻ എന്തുകൊണ്ട് വിപിൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിപിൻ ആ ഒരു മിനിറ്റ്സ് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിപിനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കാറ്റല മിക്കവാറും ആ ഒരു അഡ്വാൻസ്ഡ് റോളിൽ വീണ്ടും മാർലണെ തന്നെ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയാണ്. ബിക്കോസ് വിപിനെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നെങ്കിൽ കാറ്റലയ്ക്ക് ഓൾറെഡി കഴിഞ്ഞ മത്സരത്തിലോ അതിന് മുമ്പോ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതൊരു മെസ്സേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് തന്നെ ആ അഡ്വാൻസ്ഡ് റോളിൽ കളിച്ചാലും മറ്റേഴ്സും റൗളിനും ആ മിഡ്ഫീൽഡിന്റെ ബേസിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് ഇങ്ങനെ രണ്ട് പ്ലെയേഴ്സ് ഉണ്ട്, പുതിയ പ്ലെയേഴ്സ് വന്നാണ്, അവരവിടെ തന്നെ പരീക്ഷിക്കണം. അല്ലാണ്ട് പിന്നെ മറ്റേഴ്സിനെ അവിടെ സെൻട്രൽ ബാക്കിലേക്ക് ഇടുന്ന ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു DM ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, അവിടെ കളിപ്പിക്കുക. റൗളിന് അവിടെ ഒരു സ്ക്രീൻ ആയിട്ട് പ്രവർത്തിക്കാം. മറ്റേഴ്സിന് നമുക്കറിയാം നമ്മുടെ ഹാഫിൽ നിന്ന് വരെ ബോൾ മുന്നോട്ട് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്നും ബോളുകൾ വരുന്നില്ല എന്നുള്ള ആ ഒരു കൺസേൺ ചിലപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്റർകാശി കുറച്ചും കൂടെ പ്രെഡിക്റ്റബിൾ ആവുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ വിങ്ങേഴ്സിനെ ഇൻസൈഡ് വരാൻ അനുവദിക്കാതിരിക്കുക, പിന്നെ അവരെ 1-on-1 മാത്രം ഡീൽ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നമ്മുടെ ഫുൾ ബാക്കിന് അവരെ 1-on-1 പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. നവോച്ചയും ഇപ്പുറത്ത് സന്ദീപ് തന്നെ ആയിരിക്കും. സന്ദീപ് ആണെങ്കിലും അവരെ രണ്ടുപേരെയും ഒക്കിപ്പൈ ചെയ്യുക, ആ വിങ്ങേഴ്സിനെ ഒക്കിപ്പൈ ചെയ്യുക, കൂടെ നിൽക്കുക, ക്രോസുകൾ ഇടാൻ അനുവദിക്കാതിരിക്കുക. ഇല്ലാണ്ട് അവർ നമ്മുടെ ഡിഫൻസിന്റെ പിന്നിലേക്ക് ഇൻസൈഡിലോട്ട് റണ്ണുകൾ മേയ്ക്കുകയാണെങ്കിൽ അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പ്രശാന്തിന്റെ എക്സ്പ്ലോസീവ് ആ ഒരു നേച്ചറിനെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞതാണ്. അതിനുള്ള ആ ഒരു അവസരം നമ്മൾ നൽകാണ്ടിരിക്കുക. ആ ഫൈനൽ തേർഡിൽ ബോക്സിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ അവർക്ക് തുറന്നു കൊടുക്കാതിരിക്കുക. അവർ മാക്സിമം ആ ബോൾ ബൈലൈനിലോട്ട് കൊണ്ടുപോകട്ടെ. അവിടെ നിന്നൊരു ക്രോസ് വന്നാൽ തന്നെ അതിനെ ഡീൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രണ്ട് സെൻട്രൽ ബാക്സ് നമുക്കുണ്ട്. ഒമർ ബായ് ആയാലും ബികാഷ് ആയാലും ഏരിയലി ഇതുവരെ അങ്ങനെ വലിയ വീക്ക്നെസ് ഒന്നും കാണിച്ചിട്ടില്ല. ഈവൻ അർഷ് തന്നെ ആ ഒരു ക്രോസ് വന്ന് കളക്ട് ചെയ്യാനുള്ള എല്ലാ കോൺഫിഡൻസും അർഷിലുണ്ടെന്ന് അർഷ് ഇപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്റർകാശിയുടെ ആ ഒരു ടീമിൽ എന്താണ് ഒരു വീക്ക്നെസ് എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആക്ച്വലി അവർ സെറ്റ് പീസുകളെ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒഡീഷ എപ്പോഴൊക്കെയോ നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ സെറ്റ് പീസുകളിൽ നിന്നാണ് കൂടുതലും ഇന്റർകാശി ഒന്ന് ടെൻഷൻ അടിച്ചത്. ഫോറിൻ താരമായ ഹുമാനേസിന്റെ ഒരു വലിയ പ്രസൻസ് ആ ഡിഫൻസിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റേ ഇന്ത്യൻ സെന്റർ ബാക്ക് ഉണ്ടല്ലോ നിശ്ചൽ ചന്ദൻ, പണ്ട് ജംഷഡ്പൂരിലൊക്കെ കളിച്ച പ്ലെയറാണ്. നിശ്ചൽ ചന്ദൻ ആ ഒരു മത്സരത്തിൽ ഒട്ടും ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിച്ചില്ല. നല്ലൊരു പ്ലെയർ ആണ് തീർച്ചയായിട്ടും, പക്ഷെ എന്തോ കൊണ്ട് ആ ഒരു കോൺഫിഡൻസ് പുള്ളിയിൽ കാണാനായില്ല കഴിഞ്ഞ മത്സരത്തിൽ. അതുപോലെ തന്നെ ഇവഞ്ച്വലി നരേന്ദർ ഗെഹ്ലോട്ട് ബെഞ്ചിൽ നിന്ന് വന്ന് ചന്ദനെ റിപ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ കളിക്കാത്തൊരു ഫീലിംഗ് അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു നരേന്ദ്ര ഗെഹ്ലോട്ടിൽ. പാസുകൾ ബാക്കിൽ നിന്ന് കളിക്കാൻ ശ്രമിച്ചപ്പോഴും 1-2 ഒക്കെ പാളിപ്പോയി. അതുപോലെ തന്നെ പൊസിഷനിങ്ങും അത്ര കറക്റ്റ് ഒന്നും ആയിരുന്നില്ല. അത് റെഗുലറായിട്ട് കളിക്കാത്തതിൻ്റെ ഒരു ഷാർപ്നെസ് ഇല്ലായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും സെറ്റ് പീസുകൾ ലഭിക്കുകയാണെങ്കിൽ ഇന്റർകാശി പോലൊരു ടീമിനെ നമുക്ക് ഹെർട്ട് ചെയ്യാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വലി ഹബാസിന്റെ ടീമുകളൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, നമുക്കതറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി ഇത് എന്തായാലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പുള്ളിക്ക് നല്ല ധാരണ ഉണ്ടാവും. അതിനുള്ള വർക്ക് അവർ എടുത്തിട്ടും ഉണ്ടാവും. പിന്നെ പൊതുവേ നമ്മൾ സെറ്റ് പീസുകളിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന ടീമല്ല കുറച്ച് നാളുകളായിട്ട്. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് ആരാ സെറ്റ് പീസ് എടുക്കും, നല്ലൊരു സെറ്റ് പീസ് ടേക്കർ ആരാണ് എന്നൊന്നും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് ഇന്റർകാശിയുടെ ഈ മത്സരത്തിലെ അപ്രോച്ചിനെ കുറിച്ചും അവരെങ്ങനെയായിരിക്കാം ഈ ഒരു മത്സരത്തിന് സെറ്റപ്പ് ചെയ്യുന്നതെന്നുമാണ്. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും സെറ്റ് പീസുകൾക്ക് ആക്ച്വലി ഈ മത്സരത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന്. ഇതുപോലൊരു എവേ മത്സരത്തിന് ആന്റോണിയോ ഹബാസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് നമുക്കൊരു ചെറിയ ബ്ലൂ പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ട്. പുള്ളി ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. ആ ഒരു ഡിഫെൻസീവ് ഷേപ്പ് ഒരിക്കലും പുള്ളിയുടെ ടീം വിട്ട് കളയില്ല. പുള്ളിക്ക് അറിയാം ഇതൊരു എവേ മത്സരമാണ്, നമ്മൾ ഡെസ്പറേറ്റ് ആണ്, നമുക്ക് ഈ കളി ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചേ പറ്റുള്ളൂ. നമ്മൾ മുംബൈ സിറ്റിക്കെതിരെ ആ ഒരു ആദ്യത്തെ 20-30 മിനിറ്റ് കളിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ നമ്മളെ തുടങ്ങാൻ അവർ അനുവദിക്കും. ഇന്റർകാശി ഒരിക്കലും അവരുടെ ഡിഫെൻസീവ് ഡിസിപ്ലിനോ അവരുടെ ഷേപ്പോ വിട്ട് കളഞ്ഞിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ ചേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മുടെ പ്ലെയേഴ്സ് ബോൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ബോൾ വെച്ചോ, ഞങ്ങൾ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കും, നിങ്ങൾ ഞങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായിരിക്കാം അവരുടെ എവേ ഫ്രം ഹോമുള്ള അപ്രോച്ച് ഈ മത്സരത്തിൽ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹബാസിന് അറിയാം നമ്മൾക്ക് ഇവിടെ പോയിന്റുകൾ വളരെ അത്യാവശ്യമാണ്. പുള്ളിക്ക് നമ്മളിൽ നിന്ന് ആ ഒരു ഡെസ്പറേഷൻ സെൻസ് ചെയ്യാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും. ആ ടീം അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ കളിക്കും, നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കും. കുറച്ച് കളികൾ വരുമ്പോൾ നമ്മൾ എങ്ങാനും ഇവരെ ബ്രേക്ക് ഡൗൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിൽ ആ ഫ്രസ്ട്രേഷൻ ഭയങ്കര എവിഡൻ്റ് ആയിരിക്കും. നമ്മൾ മുംബൈ സിറ്റി ആയിട്ടും കണ്ടാണ്
ആ ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മുടെ കോച്ച് 2 ഗാമ്പിൾ ചെയ്തു, 2 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, നമ്മുടെ ഷേപ്പ് നഷ്ടമായി, നമ്മൾ ഓപ്പൺ ആയി, മുംബൈ സിറ്റി ഗോൾ അടിച്ചു, നമ്മൾ കളി തോറ്റു. ഇത് തന്നെയായിരിക്കും ഹബാസ് ചെയ്യാൻ പോകുന്നത്. ഹബാസ് അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കും, വെയിറ്റ് ചെയ്യും. നമ്മളെവിടെ, നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോൾ തെറ്റുന്നു, നമ്മളിങ്ങനെ റിലൻറ്റ്ലെസ് ആയിട്ട് ബോൾ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമല്ലോ. നമ്മൾ ബികാശിൽ നിന്ന് ലോങ് ബോൾ കളിച്ച് കോറൂന് കൊടുക്കും, വൈഡ് സ്പേസ് ഓപ്പൺ ആക്കാൻ നോക്കും, ഇപ്പുറത്ത് ആരാണോ അവിടെ ബോൾ കൊടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴാണോ നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തുന്നത്, ഒരു ബോൾ ഗിവ് അവേ, നമ്മൾ ചീപ്പായിട്ടൊക്കെ ബോള് പൊസഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മളൊരു പൊസഷൻ നല്ലോണം റീറ്റെയിൻ ചെയ്യുന്ന ടീമേ അല്ല. കുറെ പ്രാവശ്യം നമ്മൾ കളിച്ച് കഴിയുമ്പോൾ 3-4 പാസ് കളിച്ച് കഴിഞ്ഞ് ഒരു ഓപ്പണിംഗ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ച് ബോൾ കൊടുക്കും, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ ബോൾ കൊടുക്കും. അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ 100% ഞാൻ പറയുന്നു, ഇന്റർകാശി അവരുടെ വിങ്ങേഴ്സിനെ ഉപയോഗിച്ച് കട്ടയ്ക്ക് കൗണ്ടർ ചെയ്യും. ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ എക്സ്പോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചിട്ട് ഇവിടെ ഒരു സംഭവം. ഇവര് നമ്മളെ മാക്സിമം ആ ഒരു ലോ ബ്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഷേപ്പിൽ അവർ നിന്നിട്ട് നമ്മളിൽ നിന്ന് ആ ഒരു മിസ്റ്റേക്ക്, ബിക്കോസ് നമ്മളെപ്പോഴും അങ്ങനത്തെ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അത് നമ്മുടെ DNA ഉള്ളൊരു സാധനമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ DNA അൺഫോർച്ചുനേറ്റ്ലി ഉള്ളൊരു സാധനമാണ്. കളി ടൈറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ കളി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് വരിക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്ലെയർ, അതൊരു ശാപം പോലെയാണ് ഈ ക്ലബിന്. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഹബാസിന് അത് എന്തായാലും അറിയാം. ഹബാസ് ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയായിരിക്കും ആ ടീമിന്റെ കൂടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കരുതെന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കോമ്പാക്ട് ഷേപ്പിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണമല്ലോ, അതായിരിക്കും നമ്മുടെ ഒരു വലിയ ചാലഞ്ച്. കാരണം നമുക്കറിയാം ലൂണേനെ പോലൊരു പ്ലെയർ ഒന്നും നമുക്കില്ല. അങ്ങനൊരു സംഭവത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ എവിടെ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കണ്ടെത്തും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അതിൻ്റെ അകത്ത്. കഴിഞ്ഞ മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മാച്ചിൽ എനിക്കൊരു 2 man പാർട്ട്ണർഷിപ്പ് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അച്സലും ബർട്ടമും നമ്മുടെ ലൈൻ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇന്റർകാശിയുടെ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ഫോർമേഷൻ കളിക്കും? എനിക്കൊരു 3 man മിഡ്ഫീൽഡ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റിയസും റൗളിനും പിന്നെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ, അതായത് അത് വിപിനോ മാർലണോ ആരെങ്കിലും ആയിരിക്കും, അത് കോച്ചിന്റെ ഡിസിഷനാണ്. അങ്ങനെ ഒരു 3 man സംഭവം എനിക്ക് വേണം അവിടെ. കാരണം എനിക്ക് ലാമാസിന് അധികം ബോൾ കൊടുക്കാൻ താല്പര്യമില്ല. ലാമാസിന് ബോൾ കിട്ടിയാൽ പിന്നെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ ഒരു 3 man, അവിടെ ഒരു ഓവർലോഡ് എനിക്ക് വേണം. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു 2 man സ്ട്രൈക്ക് പാർട്ണർഷിപ്പാണ്. അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു 4-4-2 കളിച്ചിട്ട് അവിടെ കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മിഡ്ഫീൽഡിൽ നമുക്ക് ഒരു ആൾ കുറയും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് 3-5-2 കളിച്ചാൽ എങ്ങനെയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ നമ്മളൊരു പൊസിഷനിലുള്ളപ്പോൾ ഒരു 3-5-2 ഡിപ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നാമത്തെ അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ആ ഒരു ലോ ബ്ലോക്കിന് വേണ്ടി അവർ ആ കുറയ്ക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ 2 സ്ട്രൈക്കർമാർ വരും. അപ്പൊ നാച്ചുറലി അവിടെ അവർ സ്ട്രെച്ച് ആവേണ്ട ഒരു ആവശ്യകതയുണ്ട്. പിന്നെ നമ്മുടെ 2 വിങ് ബാക്കുകൾ ഭയങ്കര ഹൈപ്പ് ആയിരിക്കും പിച്ചിൽ. അത് അവരുടെ ഫുൾ ബാക്കുകൾക്ക് ഒരു ചാലഞ്ചാണ്. നമുക്ക് ഓബിയസ്ലി എക്സ്ട്രാ ഒരു മാൻ മിഡ്ഫീൽഡിലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്രിയേറ്റീവ് പ്ലെയർ അവിടെ ഉണ്ട്. അപ്പം ബേസിക്കലി അവരുടെ ഡിഫൻസീവ് ലൈനിലെ ഓരോ പ്ലെയറിനും, അവരുടെ ഫുൾ ബാക്കിനായിക്കോട്ടെ സെൻറ്റർ ബാക്കിനായിക്കോട്ടെ, ഒരേ സമയത്ത് 2 പ്ലെയേഴ്സിനെ ഡീൽ ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്. അവരുടെ ഫുൾ ബാക്ക് നമ്മുടെ ഒരു വിങ് ബാക്കിനെയും നമ്മുടെ ഒരു സെൻറ്റർ ഫോർവേഡിനെയോ നമ്മുടെ ആ CM ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ, ആ സ്പേസിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ ഡീൽ ചെയ്യേണ്ടി വരും. അവരുടെ സെൻറ്റർ ബാക്കിന് നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി 2 സ്ട്രൈക്കേഴ്സ് ഉണ്ട്. ഈ സെൻറ്റർ ബാക്കിന് ഇവിടെ ഒരു സ്ട്രൈക്കർ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു CMന് ആ ഒരു പൊസിഷനിലോട്ട് കയറാം. അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് പ്ലെയറിനെ തന്നെ ഇവിടെയും കളിക്കാം. ഇവിടെ ഒരു ഫുൾ ബാക്ക് ഉണ്ട്, നമ്മുടെ ഹൈ അപ്പ് ദ പിച്ച് ഒരു ഫുൾ ബാക്ക് ഉണ്ട്. ആ ലെഫ്റ്റ് ബാക്കിന് നോക്കുമ്പോൾ ഈ പ്ലെയറിനെയും ഈ ഫുൾ ബാക്കിനെയും നോക്കണം. അവിടെ ഒരു കൺഫ്യൂഷൻ, അവിടെ ഒരു സ്ട്രെച്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ഡ്യൂട്ടികൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവിടെ അവർക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ആര് കമ്മിറ്റ് ചെയ്യണം, ആരുടെയും ബോൾ ചെല്ലുമ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്യണോ ഇവൻ കമ്മിറ്റ് ചെയ്യോ, അങ്ങനെ ഒരു സാധനം അവിടെ ആ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാനായാൽ നമുക്കൊരു ലോ ബ്ലോക്കിനെ തകർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സാധനം ഡിപ്ലോയ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ജോലി ചെയ്തില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. കാരണം ഒരു സിറ്റുവേഷനിൽ എങ്ങാനും നമ്മൾ ഇൻ പൊസിഷൻ ഇതാണ്, നമ്മൾ ചീപ്പായിട്ട് ബോൾ കൊടുത്തു, അവർ ക്വിക്കായിട്ട് കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഒമർ ബായുടെ പേസിൻ്റെ പ്രശ്നം നമുക്കറിയാം. ഇങ്ങനൊരു ബോൾ വരികയാണെങ്കിൽ എന്താവും, നമ്മുടെ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-2 ഗോളുകൾ കൺസീഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളൊരു ഹൈലൈൻ ഒന്നും കളിക്കാൻ പറ്റിയ ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒരു ഓർഗനൈസേഷനൊന്നും ഈ ഡിഫൻസിൽ വന്നിട്ടില്ല ഇതുവരെ. ബികാഷും ഒമർ ബായും 2 മത്സരങ്ങളെ ഒരുമിച്ച് കളിച്ചിട്ടുള്ളൂ. ഇനി മൂന്നാമതൊരു സെൻറ്റർ ബാക്ക് വരികയാണെങ്കിൽ 3 man ഡിഫൻസ് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ തന്നെ
ഒരു സെറ്റപ്പാണ്. ആ 3 പേരും ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് കളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഹൈലൈനൊക്കെ കളിക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഡിഫൻസിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ കയറി അടിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതാണ്, ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് മൂവ് ആണ്. ബലിച്ചു കഴിഞ്ഞാൽ അതൊരു ജീനിയസ് ടാക്ടിക്കൽ ഡിസിഷൻ ആയിട്ട് വരും. ബലിച്ചില്ലെങ്കിൽ എല്ലാവരും കളിയാക്കും. കാരണം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹബാസിനെ അറിഞ്ഞിട്ടും നിങ്ങളുടെ ഈ ഒരു റിസോഴ്സുകൾ ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ കളിച്ചു എന്നുള്ളത്. അപ്പൊ അതൊരു ബോൾഡ് ഡിസിഷൻ ആണ്, മനസ്സിലായില്ലേ? കാറ്റലനെ സംബന്ധിച്ചിടത്തോളം കാറ്റല തീരുമാനം എടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കറക്റ്റായിട്ട് ഈ സാധനം വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മൂവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്സലിനെയും ബെർട്ടോമിനെയും ഒരുമിച്ചും കളിപ്പിക്കാം. ഈ സെന്റർ ബാക്കിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പോയിന്റിൽ ഞാൻ പറഞ്ഞ ആ സെന്റർ ബാക്കുകളിൽ ഒരു സെന്റർ ബാക്ക് അത്ര ഒരു ഷാർപ്പല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സാധ്യത അവിടെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു ഗോളിനുള്ള സാധ്യത ഈ ഒരു ഫോർമേഷൻ കളിച്ചാൽ നമുക്ക് കിട്ടിയേക്കാം എന്നുള്ളൊരു തോന്നലാണ് ഞാൻ. പിന്നെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞെങ്കിലും ഹബാസ് ഈ മത്സരത്തിന് 100% പ്രിപ്പയർഡ് ആയിരിക്കും. ഇന്റർകാശിയിലെ പ്ലെയേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, അവരൊരിക്കലും ഒരു മത്സരത്തിനും നമുക്ക് ഇതിൽ നിന്നൊരു പോയിന്റ് നേടിപ്പോവാം അല്ലെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് കളിക്കുന്ന ടീം ആയിരിക്കില്ല അവർ. നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവും. അമ്മാതിരി ഒരു കോച്ചാണ് ഹബാസ്. എവിടെ അടിക്കണം ഒരു ടീമിനെ എന്നുള്ള ഒരു വ്യക്തമായ ധാരണ അയാൾക്ക് അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചാലഞ്ച് തന്നെയാണിത്. എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മൾ എങ്ങനെ ലൈനപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.